ഹലോ ഗായ്സ്, നമ്മളെ ദുബായ് ഷേക്കിൻ്റെ ഒരു മകളുണ്ട്. ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആണ് കേട്ടോ. എക്സ്ട്രീം ലെവൽ. സ്ത്രീകൾക്കൊക്കെ അഭിമാനിക്കാനും സ്ത്രീകൾക്കൊക്കെ എന്താ പറയണേ, ഇതാണ് ഒരു റോൾ മോഡൽ എന്നൊക്കെ കണക്കാക്കാനും പറ്റുന്ന തരത്തിലുള്ള ഒരു പെൺകുട്ടി. ഈ പെൺകുട്ടി ഇപ്പോൾ റീസെൻ്റ്ലി എന്ത് ചെയ്തിരിക്കുകയാണ്, ഡിവോഴ്സ് കൊടുത്തിരിക്കുകയാണ്. ആസ് യു ആർ ഡിയർ ഹസ്ബൻഡ്, ഇതിനകത്തൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഡിയർ ഹസ്ബൻഡ്, ആസ് യു ആർ occupied with other companions, I hereby declare our divorce. I divorce you, and I divorce you. Take care, your ex-wife. ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. പുള്ളിക്കാരത്തി മെഹ്റ എന്നാണ് പുള്ളിക്കാരത്തിയുടെ പേര്. പക്ഷേ അതിൽ ഒരു പ്രശ്നം ഉണ്ട്. എന്താണെന്നറിയാമോ? ഡിയർ എക്സ് ഹസ്ബൻഡ് എന്നും കൂടെ എഴുതണമായിരുന്നു. ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എക്സ് ഹസ്ബൻഡ് എന്നല്ലേ പറയട്ടെ, എക്സ് വൈഫ് എന്ന് പറയുമ്പം. അപ്പോൾ പുള്ളിക്കാരത്തിയുടെ എവിടെയോ ഏതോ ഒരു കോണിൽ എന്തരോ ഉണ്ട്. അതിസുന്ദരിയായ ഇൻഡിപെൻഡൻ്റ് ആയ ഒരു ലേഡി. ഞാൻ ഒരുപാട് പ്രാവശ്യം ഈ ലേഡിയെ എടുത്തു വെച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഇസ്ലാമിന് കൊടുക്കുന്ന ഒരു തിരിച്ചടിയൊക്കെ ഏറ്റവും കൂടുതൽ ഇവരെ വെച്ച് പറയാൻ പറ്റും. പട്ടിയെ വളർത്തുന്ന ഒരു കുറ്റം എന്ന് പറയുന്ന ഇസ്ലാമിയർക്ക് മെഹറയ്ക്ക് പട്ടികളുടെ കൂടാണ് ഏറ്റവും കൂടുതൽ സ്നേഹം. ഒത്തിരി പട്ടികളെ വളർത്താറുണ്ട്. പട്ടിയുടെ കൂടിയുള്ള പിക്ചറൊക്കെ നെറ്റിൽ ഒരുപാട് അവൈലബിൾ ആയിരുന്നു. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പട്ടി വളർത്താൻ പറ്റില്ലെന്ന് പറയുന്നവരെ നോക്കണം. ദുബായ് ഷേക്കിൻ്റെ മകൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനകത്തൊരു ഹിഡൻ അജണ്ട ഉണ്ട്. 7 ഭാര്യമാരിൽ ഒരു ഭാര്യയുടെ മകളാണിത്. 7 ഭാര്യമാരിൽ ഒരു 3 കണ്ട ക്രിസ്ത്യാനിയാണ്, ബാക്കിയൊക്കെയാണ് മുസ്ലിംസ്. അപ്പോൾ അതിൽ ഇവരുടെ അമ്മ സെപ്പറേഷൻ ഡിവോഴ്സൊക്കെ വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ട്. നിലവിൽ അവർക്ക് 4 കെട്ടാവുള്ളൂ. ഈ 7 പേരെന്ന് പറയുമ്പോൾ നമ്പറാണ്. പക്ഷേ 4 പേരെ നിലവിൽ ഇയാൾക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ളവരെ അവർ ഒന്നേ ഡിവോഴ്സ് ചെയ്തിട്ട് വേണം 5ാമത്തത് കെട്ടാൻ. അപ്പം 5ാമതൊരാളെ കെട്ടണമെങ്കിൽ 4 ഒന്നിനെ അങ്ങ് തട്ടണം, എന്നിട്ട് 5ാമത്തേനെ കെട്ടണം. അങ്ങനെയാണ്. അതാണ് ഇവരുടെ രീതി. അറബികൾക്ക് 8ഉം 10ഉം പെണ്ടാട്ടിമാരുണ്ടാകുന്നതിൻ്റെ ഒരു സംഗതി ഇതാണ്. നിയമപരമായി 4 പേരെ പറ്റുള്ളൂ. അതിനകത്ത് കുറേ കർക്കശമായ നിയമങ്ങളുണ്ട്. അതൊന്നും ഇവർ ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളത് വസ്തുത. അപ്പോൾ ഇതൊക്കെയാണല്ലോ ഇവിടെ കോപ്പി അടിക്കുന്നത്. മുഹമ്മദ് നബിക്ക് മാത്രമേ 13 കല്യാണം ഒന്നിച്ച് കഴിക്കുക എന്നുള്ളൊരു നിയമമുള്ളൂ. ബാക്കി അദ്ദേഹത്തിൻ്റെ അനുചാരന്മാർക്കൊക്കെ തന്നെ 4 കല്യാണം കഴിക്കുക, പിന്നെ 5ാമതൊന്ന് കെട്ടണമെങ്കിൽ ആദ്യത്തേനെ തട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഇവർ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നിട്ട് പിന്നെ ഇതങ്ങ് ഓക്കെ ആക്കി. അതാണ് വാസ്തവം. ധർമ്മേന്ദ്ര പോലും ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അയാളുടെ ആദ്യത്തെ ഭാര്യയെ കളയാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അയാൾ ആ പെണ്ണിനെ നിലനിർത്തിക്കൊണ്ടിരുന്നു. 2ാമത് ഹേമമാലിന്യ വിവാഹം കഴിക്കാൻ വേണ്ടി മതം മാറിയ മിടുക്കനാണ് ധർമ്മേന്ദ്ര. അപ്പോൾ അങ്ങനെ ഈ ഒരു മതം വിവാഹത്തിൻ്റെ ഒരു പേക്കൂത്തിന് വളരെ സൂപ്പറായ ഒരു മതമാക്കി ഇങ്ങനെ ചിത്രീകരിച്ചിട്ടുണ്ട് ഇവർ. അതൊരു കഥ. പിന്നെ 2ാമത് 7ാമത്തെ ഭാര്യയായിട്ട് വന്നത് യൂറോപ്യൻ കൺട്രിയിലുള്ള ഒരു സ്ത്രീയാണ്. അയ്യോ, അവരെ കഥയൊന്നും പറയണ്ട. 2 കുട്ടികളായപ്പോൾ അവർ അവിടെയുള്ള ഏതോ കുതിരക്കാരനുമായിട്ടൊക്കെ എന്തൊക്കെ അഫെയർ ആയെന്നൊക്കെയാണ് പറയുന്നത്. കറക്റ്റ് നമുക്ക് അറിയാത്തതുകൊണ്ട് നമുക്ക് ആ അവിഹിതത്തിനെ പറ്റി പറയണ്ട. അവർക്കത് ഹിതമായിരുന്നു, നമുക്കാണത് അവിഹിതം. ഏതായാലും ഇതിൽ ഷേക്ക് നന്നായിട്ട് അങ്ങ് വലഞ്ഞ്. കാരണം അയാളെ പിടിച്ചങ്ങ് വലച്ച്. ഈ 6 പെണ്ണുങ്ങളുടെ അടുത്ത് പടത്തിയ അടവൊന്നും അവളുടെ അടുത്ത് എടുത്തില്ല. അവൾ കൊച്ചുങ്ങളെയും കൊണ്ട് അവളുടെ നാട്ടിൽ പോയി. നാട് അവളെ രക്ഷിച്ചു. നാട്ടുകാരവർക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തു. ആ ഗവൺമെൻറ്റിനോട് ഇവർക്ക് അടി കൂടേണ്ടി വന്നു. കുട്ടികളുടെ കസ്റ്റഡി ചോദിച്ചു, കൊടുത്തില്ല. കാരണം നിയമം അവിടെ വേറെയാണ്. ഇവിടുത്തെ നിയമം ഈ ശരിയത്തും കൊണ്ട് അങ്ങോട്ട് അമ്മരെടുത്ത് കൊടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെ തിരിച്ചടി കൊടുക്കുന്നിടത്തും ഇദ്ദേഹം വളരെ മൈൽഡായിട്ട് ഇടപെട്ടത് ഈ കുട്ടിയുടെ അടുത്താണ്. ഈ കുട്ടിയോട് ഭയങ്കര സ്നേഹമായിരുന്നു അയാൾക്ക്. ചിലപ്പം ഭാര്യയോടുള്ള റെസ്പെക്റ്റ് ആയിരിക്കാം. ഇനി എന്തെന്നാ പറഞ്ഞാലും ഈ പെൺകുട്ടിക്ക് ഭയങ്കര ഫ്രീഡം കൊടുത്തിരുന്നു. ഷേക്കിനിപ്പുറം 2ാമത്തെ റിച്ച് ആരെന്ന് ചോദിച്ചാൽ അത് ഈ പെൺകുട്ടിയാണ്. ലംബർഗനിയുടെ ഒരു സെക്ഷൻ തന്നെയുണ്ട്. സ്വർണ്ണ കളർ ലംബർഗനിയൊക്കെ ഉണ്ടെന്ന കേൾവി. എന്തായാലും സൂപ്പർ റിച്ചാണ് മാഡം. ആൻഡ് സൗന്ദര്യ കാര്യത്തിൽ ഒന്നും പറയണ്ട. പക്ഷേ എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നു, വൈ ഷീ ഈസ് ഗെറ്റിംഗ് മാരീഡ് ടു എ പേഴ്സൺ. ഒരു എന്താ പറയണേ, ടിപ്പിക്കൽ അറബി ആയിട്ടുള്ളൊരു വ്യക്തിയുമായി വിവാഹം കഴിക്കുക എന്നുള്ളത് ഭയങ്കര നെഗറ്റീവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കല്യാണം നടക്കുന്ന സമയത്ത് തന്നെ ഞാൻ വിചാരിച്ചിട്ടൊന്നും ഇത് അധിക ദിവസമൊന്നും പോകാൻ പോകുന്നില്ല. അതിൻ്റെ റീസൺ മറ്റൊന്നുമല്ല. പെൺകുട്ടികൾ ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളത് ഒരു കാരണവശാലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഒരു മതവിഭാഗത്തിനും. ഇസ്ലാം മതം പിന്നെ പറയുകയും വേണ്ട. അവർക്ക് അടിമകളെയാണ് ആവശ്യം. നമ്മളെ സെർവ് ചെയ്യുന്ന, നമ്മളെ ടേക്ക് കെയർ ചെയ്യുന്ന, നമുക്ക് വേണ്ടി ജീവിക്കുന്ന, നമ്മളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന പെണ്ണുങ്ങളെയാണ് അവർക്ക് ഇഷ്ടം. ഇൻഡിപെൻഡൻ്റ് ആയ പെണ്ണുങ്ങൾക്ക് അവർ വലിയ വാല്യൂ കൊടുക്കുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഭയങ്കര മോഡേൺ സിദ്ധാന്തമൊക്കെ പറയണ പലരെയും എടുത്തു നോക്കൂ. ദൈവം അതായത് വലിയ സത്യമാണ്, ദുഃഖ സത്യമാണ്. അപ്പോൾ ഈ വിഷയത്തിൽ ഈ പെൺകുട്ടി അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട കാരണം അയാൾക്ക് കൂടുതൽ പെണ്ണുങ്ങളുമായിട്ടുള്ള സഹകരണങ്ങളാണ്. നമ്മൾ ഫിനാൻഷ്യലി സൗണ്ട് ആയാൽ ഈ 2 വിഭാഗത്തിൽ ഒരു പ്രോവർബ് പോലെ പറയാം. ആണുങ്ങൾക്ക് പണം ഉണ്ടായാൽ അവർക്ക് 1-ൽ കൂടുതൽ പെണ്ണുങ്ങൾ വേണമെന്ന് ചോദിക്കും. പെണ്ണുങ്ങൾക്ക് പണം ഉണ്ടായാലോ കുഴപ്പമൊന്നും തോന്നുന്നു, അവർക്ക് ആണുങ്ങളെ വേണ്ടാന്ന് തോന്നും. അങ്ങനെ ഒരു ടേമുണ്ട്.
ഇപ്പോൾ ഇത് തന്നെ ഈ വ്യവസ്ഥയെ ചൂണ്ടിക്കാണിക്കും. ഈ ഒരു സംഗതി തന്നെ നമുക്ക് പൊതുവ്യവസ്ഥയെ ചൂണ്ടിക്കാണിക്കും. അതായത് പെണ്ണുങ്ങൾ ഇൻഡിപെൻഡൻ്റ് അല്ലാത്തത് കൊണ്ടാണ്, ഫിനാൻഷ്യലി സൗണ്ട് അല്ലാത്തത് കൊണ്ടാണ് ഇത്തരക്കാരോട് അവർ കോംപ്രമൈസ് ചെയ്ത് നിൽക്കുന്നത്. അതായത് ഹസ്ബൻഡ് എന്ന് പറയുന്നത് ഒരു ഏണിംഗ് മെമ്പറാണ്, അയാൾ ഇതിൽ നിൽക്കുക, അണ്ടറിൽ നിൽക്കുക എന്നുള്ളൊരു വല്ലാത്ത ഒരു കമ്മിറ്റ്മെൻറ്റ് പോലത്തെ ഒരു സാധനത്തിൽ അവർ നിന്നു പോകുന്നത്. അപ്പോൾ അവർക്ക് ഫിനാൻഷ്യലി അവർ സൗണ്ട് ആകുമ്പം അവർക്ക് ഈ ഒരു അടിമത്തം വേണ്ട എന്നുള്ള തീരുമാനമാണ്, ഇവിടെ മെൻ വേണ്ട എന്ന തീരുമാനം പറയുന്നത്. അല്ലാതെ അവർക്ക് ഫിസിക്കലി ഇതില്ലാഞ്ഞിട്ടല്ല, ആവശ്യങ്ങളില്ലാഞ്ഞിട്ടല്ല, അവർക്ക് വേണ്ടാന്ന് തീരുമാനിക്കാനുള്ള അവരുടെ കാരണം ഇതാണ്. ദേ ആർ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ്, ദെൻ വാട്ട് വേ ദേ നീഡ്. അപ്പോൾ പെൺകുട്ടികൾക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആണുങ്ങൾ വേണ്ട എന്നൊരു രീതി വരാൻ ചാൻസ് ഉണ്ടെന്നുള്ളൊരു അലിഖിത സംഗതി അവർക്കിടയിലുണ്ട്. അതുകൊണ്ടാണ് കുട്ടികളെ പഠിപ്പിക്കാൻ അവർ വൈമുഖ്യം കാണിക്കുന്നത്, ജോലിക്ക് വിടാൻ അവർ വൈമുഖ്യം കാണിക്കുന്നത്. അടങ്ങത്തില്ല, അടങ്കമാട്ടാളെ എന്നാ പറയുന്നത്. അതായത് അവരുടെയൊക്കെ പൊതുവെ ഒരു കൺസെപ്റ്റാണ്, സ്ത്രീകളെന്ന് പറഞ്ഞാൽ അടങ്ങിപ്പോകണം, ശബ്ദമുയർത്തി സംസാരിക്കരുത്, തെറി വിളിക്കരുത്, അങ്ങനെ ഒച്ചയെടുക്കരുത്, പല രീതിയിൽ അവരെ എങ്ങനെയെല്ലാം കൺട്രോൾ ചെയ്യാമോ അങ്ങനെയെല്ലാം കൺട്രോൾ ചെയ്യുന്നതാണ് നല്ലത്. സ്ത്രീ എന്ന് പറഞ്ഞാൽ, അതായത് ഭാര്യ എന്ന പേര് തന്നെ നിങ്ങൾ നോക്ക്, ഭരിക്കപ്പെടേണ്ടവൾ ഭാര്യ, ഭർത്താവ് ഞാൻ വലിയ ഓണറ, കർത്താവ പുള്ളി, ആ ഒരു ടേമാണുള്ളത്. അപ്പോൾ അതിനൊക്കെ മുട്ടുപുള്ളി വെക്കുന്ന രീതിയിലാണ് പെൺകുട്ടികൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തിരിച്ചു പറയുന്നത്. അടിമത്തം ആരും സഹിക്കത്തില്ല. അതിൻ്റെ കൂടെ തന്നെ പറയാവുന്ന ഒരു കാര്യമാണ്, നമ്മളുടെ അതായത് നമ്മളുടെ ബെഡിലേക്ക് മറ്റൊരാളെ ഒരു കാരണവശാലും പെൺകുട്ടികൾ അലൗഡ് ചെയ്യത്തില്ല. പക്ഷെ നിരന്തരമായി ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ പോലും കൂടുതലായി നടക്കുന്നത് അതാണ്. അപ്പോൾ അതിന് പിന്നെ ഇപ്പോൾ ഈ കുട്ടി ചെയ്ത ഇതിൻ്റെ കാരണം ആരുമായിട്ടൊക്കെ പുള്ളിക്കാരത്തിന് ഇല്ലീഗൽ സുനാവിക്കേഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. സ്വാഭാവികമാണ്, നമ്മളുടെ ബെഡിലേക്ക്, നമ്മളുടെ സ്പേസിലേക്ക് മറ്റൊരാളെ ചിന്തിച്ച അയാളെ വളരെ ജെന്യൂനായിട്ട് അങ്ങ് വിട്ടുകൊടുത്തു അല്ലേ. ഇത് ഭയങ്കര സംഭവമായിട്ട് പലരും എടുത്തു വെച്ച് വീഡിയോയൊക്കെ ചെയ്യുന്നുണ്ട്, ഞാനുൾപ്പെടെ. പക്ഷെ എനിക്ക് പറയാനുള്ള ഒരു ഡിഫറൻറ്റ് സ്റ്റോറിയാണ്. പുള്ളിക്കാരത്തി ചെയ്തത് നമ്മുടെ ഈ പറയുന്ന ശരീരത്തെ നിയമത്തിലുള്ളൊരു സംഗതിയാണ്, അതിന് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. പലർക്കും ഇത് അറിയില്ല എന്നുള്ളതാണ്. ഇത്ര ദിവസത്തിലേക്ക് നമ്മളെ മാറ്റി നിർത്തിയാൽ, ഇത്ര ദിവസം നമുക്ക് ചെലവിന് തന്നില്ല വെച്ചാൽ നമുക്ക് കളയാം. അതാണ് പസഖ് എന്ന് പറയുന്നത്. ഇപ്പോൾ കലേന്ന അങ്ങനെ എന്തൊക്കെയാണ് പേരുകൾ. പക്ഷെ അത് ചെയ്യാൻ കഴിയും. അതല്ലാണ്ട് ഈ ടോർച്ചർ താങ്ങി അവിടെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് നിയമങ്ങളുണ്ട്, പക്ഷെ നമുക്ക് അറിയത്തില്ല അതിൻ്റെ അജ്ഞത. അത് ഒരു ബുദ്ധിമുട്ടാണ്, അത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത്. അപ്പോൾ അത് ഈ ഒരു വിഷയത്തിൽ ഇത് ബൂസ്റ്റപ്പ് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. പുള്ളിക്കാരത്തി ചെയ്തത് ശരീഅത്ത് നിയമത്തിലുള്ള ഒരു വലിയ സംഭവം തന്നെയാണ്. അത് എന്തുകൊണ്ട് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയാം. ഫിസിക്കലി ഒരാൾ ഫിറ്റ് അല്ല എങ്കിൽ നമുക്ക് അയാളെ ഉപേക്ഷിക്കാം. പിന്നെ ഫിനാൻഷ്യലി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല, നമ്മൾ കെയർ ചെയ്യുന്നില്ല, നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്നു പബ്ലിക്കിൽ, നമുക്ക് അയാളെ ഉപേക്ഷിക്കാം. റീസൺസ് ഹ്യൂജാണ് പെണ്ണുങ്ങൾക്ക് അയാളെ ഉപേക്ഷിക്കാനുള്ള കാരണങ്ങൾ. ചിലയിടങ്ങളിൽ കാരണങ്ങൾ പോലും പറയണ്ട, അങ്ങനെയുമുണ്ട്. പക്ഷേ വേണ്ട എന്ന പെണ്ണിനാണ് കൂടുതൽ റൈറ്റ്. ഇതേപോലെ തലാക്ക് എന്ന് അവർ കളയുന്നില്ലേ, അവർക്കങ്ങനെ ചെയ്യാനൊക്കത്തില്ല. ഇവരുടെ പീരീഡ് നോക്കും, അതായത് മെൻസ്ട്രേഷൻ ഡേറ്റ് നോക്കും, പ്രഗ്നൻ്റ് ആണോ എന്ന് നോക്കും. അങ്ങനെ പ്രഗ്നൻ്റൊക്കെ ആണെങ്കിൽ കളയാനൊക്കത്തില്ല, അവരുടെ തലാക്ക് വസൂലാകത്തില്ല. അതേസമയം പെണ്ണങ്ങനെയാണെങ്കിൽ കളയാം, പെണ്ണിന് ചെയ്യാം. അപ്പം പെണ്ണിനാണ് റൈറ്റ്സ് കൂടുതൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതാരും പുറത്തേക്ക് കാണിക്കത്തില്ല, പറഞ്ഞും കൊടുക്കത്തില്ല. സ്ത്രീകൾക്കാണ് റൈറ്റ്സ് കൂടുതലുള്ളത്. ഇപ്പോൾ അത് വളച്ചൊടിച്ച് തിരിച്ച് പിടിച്ചിട്ട് വേറെ രീതിയിലാണ് പറഞ്ഞുണ്ടാക്കുന്നത്. സ്ത്രീകൾ കുഴപ്പം, സ്ത്രീകളെ അടിച്ചമർത്തണം, സ്ത്രീകളെ അങ്ങനെ ആ ടേമിലേക്ക് ഇവർ എടുത്തു വെച്ചിരിക്കുന്നതാണ്. വാസ്തവത്തിൽ അങ്ങനെയല്ല. ഇസ്ലാം മതത്തിൽ സ്ത്രീകൾക്കാണ് റൈറ്റ്സ് കൂടുതൽ. പക്ഷെ അത് എടുത്തുപയോഗിക്കാൻ പെൺകുട്ടികൾക്കുള്ള വിവരക്കുറവ്, അതായത് അവർക്ക് ആ ബോധമില്ലായ്മ, അവർക്ക് ആ നിയമത്തിനെ പറ്റിയുള്ള കൂടുതൽ ഗ്രാഹ്യമില്ലായ്മ മറ്റൊരു മിസ്യൂസ് ചെയ്യുന്നു. അവർ ചെയ്തത്, ഇപ്പോൾ ഈ കുട്ടി ചെയ്തത് കറക്റ്റാണ് എന്ന് വെച്ചാൽ വിവാഹമോചനം കറക്റ്റാണോ എന്നല്ല, അവൾക്ക് തോന്നി അവളെ പറ്റിക്കുന്നുണ്ട്, ചതിക്കുന്നവനെ കളയുക എന്നുള്ളതല്ലേ നല്ലത്. പോടാ നീൻ്റെ ഒലിയൊക്കെ പോടാ എന്ന് പറയാൻ അവൾക്ക് സാധിച്ചില്ലേ. പിന്നെ ഇപ്പോഴും കാണിക്കുന്ന ഒരു മര്യാദ, അവരുടെ ഒരു പവറും കപ്പാസിറ്റിയൊക്കെ വെച്ചിട്ട് ഇവനെ എടുത്ത് കൊടുക്കാം. പക്ഷെ എന്താ പറയുന്നത്, ഞാനതാ എപ്പോഴും പറയണേ, വിവാഹബന്ധം വേർപെടുന്ന സമയത്ത് നമ്മളെ ഫിസിക്കൽ അസാൾട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മളുടെ പ്രോപ്പർട്ടി ഡാമേജ് ചെയ്യുകയോ നമ്മളുടെ ശരീരഭാഗങ്ങൾ ഡാമേജ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന ഒരവസരത്തിന് വേണ്ടി നമ്മൾ കാത്തു നിൽക്കരുത്. ദ വെരി ബിഗിനിങ് അതിനൊരു അടി വരെയും ഇട്ടുകൊടുക്കുക. ബിക്കോസ് നിങ്ങൾക്ക് ആകെ ഒരു ലൈഫേ ഉള്ളൂ. ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം ആൻഡ് ലൈഫ്.
നമ്മളുടെ സമയം ആർക്ക് വേണ്ടി നഷ്ടപ്പെടുത്താതിരിക്കുക. ഏറ്റവും കൂടുതൽ പരസ്പരം മനസ്സിലാക്കുന്ന 2 വ്യക്തിത്വങ്ങളാണ് വിവാഹം കഴിക്കുക. വിവാഹത്തിന് ശേഷം അവർക്ക് പരസ്പരം മനസ്സിലാവും. ഇയാളുടെ അപ്പ് ആൻഡ് ഡൗൺസ് എല്ലാം നമുക്ക് മനസ്സിലാവും, നമ്മളുടെ അപ്പ് ആൻഡ് ഡൗൺസ് അവർക്ക് മനസ്സിലാവും. നമ്മളൊന്ന് ഏങ്ങിയാലോ ഒന്ന് ശ്വാസം കൂടുതലെടുത്താലോ അവർക്ക് കാര്യം പിടികിട്ടും. ബിക്കോസ് അവർ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്, അത്രയും ഡെപ്തിൽ നമ്മളെ മനസ്സിലാക്കിയ വ്യക്തിയാണ്. നല്ല ജെന്യുവിനായിട്ട് അങ്ങ് വിട്ടുകൊടുത്തേക്കുക. പിന്നെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അവകാശവും നേടിയെടുക്കുക. അതിനപ്പുറം അയാളെ ചീത്തയാക്കാനോ അല്ല അവളെ ചീത്തയാക്കാനോ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ മനുഷ്യരെയല്ലെന്ന് ഞാൻ പറയും. കാരണം നിങ്ങൾ നഷ്ടപ്പെടുത്തുന്ന നിങ്ങളുടെ ടൈമാണ്, അവരുടെ ഇതല്ല. അപ്പോൾ ഒരാളെ നശിപ്പിക്കണം എന്ന ഒരു നിലയിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമ്മൾ നശിപ്പിക്കുന്ന നമ്മളെയും കൂടെയാണ്. അല്ലാണ്ട് അയാൾക്ക് മാത്രമല്ല നഷ്ടം വരിക, നമുക്കും നഷ്ടം വരും. നമ്മളെയും അവർ അബ്യൂസ് ചെയ്യും. അവർക്കും പറയാനുണ്ടാവും, നമുക്കും പറയാനുണ്ടാവും. അവർക്ക് പറയാനുള്ളത് ചിലപ്പോൾ നമ്മൾ പറയുന്നതിനേക്കാൾ 10 മടങ്ങ് അത്രയും പ്രോബ്ലമുള്ള എഫക്റ്റീവായ സാധനമായിരിക്കും. എന്തിനാ ഇത് കേൾക്കാൻ പോണേ? വേണ്ടെങ്കിപ്പോ, ഇറങ്ങിപ്പോ, കഴിഞ്ഞില്ലേ പ്രശ്നം. വളരെ നിസ്സാരമായിട്ട് എടുത്ത് ദൂരെ കളഞ്ഞില്ല, ഇത്രയേ ഉള്ളൂ. നന്നായിട്ടൊന്ന് കുളിക്കാൻ പറയും. ഞാനാണെങ്കിൽ അത്രയേ ഉള്ളൂ, എടുത്ത് ദൂരെ കളയുക എന്നുള്ളതാണ്. ഒരു ലൈഫേ ഉള്ളൂ. ആ ലൈഫിൽ ടോക്സിക്കായ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് നടക്കുന്നതിനേക്കാൾ ഉപരി അത് ഉപേക്ഷിച്ച് അന്തസ്സായി തനിച്ച് ജീവിക്കുന്നതാണ് നല്ലത്. തനിച്ച് ഇന്നല്ല ഇനി അവർക്ക് വിവാഹം കഴിക്കാം. പക്ഷെ ഇതിലൊരു പഠിത്തമുണ്ട്. ഈ പഠിത്തത്തിൽ കൂടെ ഇനി മുൻപോട്ടുള്ള ജീവിതത്തിൽ ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാം ശ്രദ്ധിക്കണം. നമ്മളുടെ പാർട്ട്ണർക്ക് മറ്റൊരു പാർട്ട്ണർ ഉണ്ടാവുക, അല്ലെങ്കിൽ അയാൾക്ക് മറ്റൊരു അഫെയർ ഉണ്ടാവുക ഒക്കെ നമ്മളുടെ കെടുകാര്യസ്ഥതയാണ്. അങ്ങനെ നമ്മൾ ആ രീതിയിൽ അയാൾക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ആ ബന്ധവുമായി മുന്നോട്ട് പോകാൻ യാതൊരു രീതിയിലും അർഹരല്ല. കളഞ്ഞേക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു മതം. ഏതായാലും ആ പെൺകുട്ടി അത് ചെയ്ത് നന്നായിട്ടുണ്ട്. അവരുടെ ജീവിത രീതിയും കഥയൊക്കെ എടുക്കണേ ഒരുപാട് പറയാനുണ്ട്. ലിബറലായി ചിന്തിക്കുന്ന നല്ല പോലെ ഇൻഡിപെൻഡൻ്റ് ആയ ഒരു ലേഡിയാണ് ഈ പ്രസ്തുത കുട്ടി. വളരെ സന്തോഷമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് കണ്ടിട്ട് ഒരുപാട് പേര് പ്രതികരിച്ചിട്ട് മതത്തിനേക്ക് ആക്രമിക്കുന്നു. മതത്തിൽ ഇതൊക്കെ പണ്ടേ ഉണ്ട്, ഇതൊക്കെ മുൻപേനേ ഉണ്ട്. ഇത്തരത്തിൽ ഒരുപാട് പെൺകുട്ടികൾ മുൻപോട്ട് വരിക തന്നെ വേണം. നമ്മൾ ആരുടെ അടിമകളല്ല. ഡിവോഴ്സ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊള്ളാത്ത ബന്ധമാണെങ്കിൽ കളയുന്നത് തന്നെയാണ് നല്ലത്. അതിനകത്ത് ഇനിയിപ്പോൾ എന്തുവാ, ഡിവോഴ്സ് എങ്കിൽ ഡിവോഴ്സ്. അതേസമയം നമ്മൾക്ക് ചേർന്ന് പോകാൻ പറ്റുമെങ്കിൽ, അണ്ടർസ്റ്റാൻഡിങ്ങിൽ കൂടെ പോകാൻ പറ്റുമെങ്കിൽ പോവുക. അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യരുത്. ലൈഫ് ഒന്നേ ഉള്ളൂ, അത് റിപ്പീറ്റഡ് ആയിട്ട് പറയും. നോ അഡ്ജസ്റ്റ്മെൻറ്റ്, അണ്ടർസ്റ്റാൻഡ്. യു ആർ റെഡി ടു അണ്ടർസ്റ്റാൻഡ്, ഓക്കെ, ക്യാരി ഓൺ. പുള്ളിക്കാരന് തെറ്റുപറ്റി, ഞാൻ എന്നോട് ക്ഷമിക്കൂ, ഓക്കെ നമുക്ക് മുന്നോട്ട് പോകാം എന്ന് വെച്ചാൽ അതൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. നോ അഡ്ജസ്റ്റ്മെൻറ്റിന് പോകരുത്. നമ്മുടെ സ്പേസിലേക്ക് മറ്റൊരാളെ ചിന്തിച്ചാൽ ദ വെരി നെക്സ്റ്റ് മൊമെൻറ്റ് മസ്സലാമ എന്ന് പറയണം. ആ പെൺകുട്ടി കാണിച്ച ധൈര്യം ഉണ്ടല്ലോ, ആ ഭാരം ചിരിച്ചുകൊണ്ടങ്ങ് ഇറക്കി വിട്ടു. ഇതിൽ പരം ഒരു കുത്തലിനി ഒന്നും പറയാനില്ല. രഹസ്യമായിട്ടല്ല, ഇത് മറച്ചു വയ്ക്കാൻ ശ്രമിച്ചിട്ടില്ല. യാതൊരു രീതിയിലുള്ള ഈഗോയും അവിടെ വർക്കൗട്ട് ചെയ്യുന്നില്ല. അതൊരു രാജകുടുംബമാണ്. അത് ഒരുപാട് പേർക്ക് ബാധിക്കപ്പെടാം, നാണക്കേടുണ്ടാകാം, പലരും തലകുനിക്കും, അങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ സ്ട്രോങ് ആയിട്ടൊരു ഡിസിഷൻ എടുത്തു. ഐ ഡോണ്ട് നീഡ് യു, ബിക്കോസ് യു ചൂസ് അനദർ പേഴ്സൺ ഇൻസ്റ്റഡ്. എൻ്റെ സ്പേസിലേക്ക് മറ്റൊരാളെ ഒരിക്കലും സമ്മതിച്ചു കൊടുക്കാൻ പറ്റത്തില്ല എന്നാണ്. അപ്പോൾ ഇതൊരു വലിയ വിഷയമൊന്നും അല്ല എന്ന് ചുരുക്കം. ദാറ്റ്സ് ഇറ്റ്. പ്രത്യേകിച്ച് ഇസ്ലാമിൽ സ്ത്രീകൾക്കാണ് റൈറ്റ്സ് കൂടുതൽ. ഫസഹ് പറയാം. അത് അറിഞ്ഞുകൂടാത്ത പെൺകുട്ടികളെടുത്ത് വീണ്ടും പറയുന്നതാണ്, നിങ്ങൾക്ക് അത് പറയാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട്. നിങ്ങൾ പള്ളിയിലോട്ട് ചെല്ലുക, ഉസ്താദിനെ വിളിച്ചിട്ട് പറയുക, അളിയ എനിക്ക് ഇയാളോടെ പറ്റൂല, അളിയ ഇതങ്ങോട്ട് തിരുത്ത് വിട്ട് തരുന്ന, അല്ലെങ്കിൽ ഞാൻ വേറെ രീതിയിൽ പോകണമെന്നുള്ളത് ചോദിക്കുക. ആദ്യം അങ്ങനെ ചെയ്യുക. ചെയ്തില്ല വെച്ചാൽ ആ കോടതിയിൽ കൊണ്ടുപോയി ഒരു പേപ്പർ അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വിളിച്ചു വരുത്തൽ, കൗൺസിലിങ്, ഇങ്ങനത്തെ ഇത്യാദി ഒരു കുലംകുശിതവും ഇല്ല. ഈ സൂപ്പറായിട്ട് ഡിവോഴ്സ് വെരി നെക്സ്റ്റ് മൊമെൻറ്റ് നമുക്ക് കിട്ടും. അവിടെ ചോദ്യം പറച്ചിലും ഒന്നുമില്ല, ഒരു ബഹളവും ഇല്ല, പൊയ്ക്കോ എന്നാണ് പറയുന്നത്. ഇത്രയും റൈറ്റ്ഫുള്ളായിട്ടുള്ള ഒരു തോട്ട് വേറെ ഏതിലെങ്കിലും ഉണ്ടോ? ഇല്ല, എല്ലായിടത്തും കോംപ്ലിക്കേഷനാണ്. അപ്പം ആണുങ്ങൾ മാത്രമാണ് അത് ഉപയോഗിച്ച് ഞാൻ കണ്ടിട്ടുള്ളത്. സ്ത്രീകൾക്ക് അത് ഉപയോഗിക്കാൻ അറിയത്തില്ല. അവർക്ക് പേടിയാണ്, ഭയമാണ്, ഒളിച്ചു കയറിയിരിക്കും. കുപ്പായം ഇട്ട് തരുമ്പം ഈ കുപ്പായത്തിനകത്ത് കയറി ഞാൻ പ്യുവറിറ്റി ഉണ്ടാക്കിയെടുത്തു എന്ന് പറയുന്ന പെൺകുട്ടികളോട് എൻ്റെ ഒരു ചോദ്യം, ഈ പ്യുവറിറ്റി അവന്മാർക്ക് വേണ്ടേ? ഇല്ല, അവന്മാരെയൊക്കെ കാണുമ്പോൾ നമുക്കൊന്നും തോന്നൂലേ? കള്ളം പറയരുത്. അവന്മാർക്കുള്ള ഫീലിംഗ് നമുക്കും ഉണ്ടാവാറുണ്ട്. പക്ഷെ നമ്മളത് കാണിക്കാറില്ല. കാരണം സാമൂഹ്യ വ്യവസ്ഥയിൽ ഒരു പെണ്ണിന് 4 ആണുങ്ങൾ ഉണ്ടായാൽ അത് പിഴയെന്നും, ഒരു പയ്യനിക്ക് 4 പെണ്ണുങ്ങളുണ്ടായാൽ അത് കേമത്തരമെന്നും പറയുന്നൊരു വ്യവസ്ഥയിൽ അങ്ങനെയൊക്കെ പറ്റുള്ളായിരിക്കും അല്ലേ? അവർക്ക് അങ്ങനെ നാണമില്ലെങ്കിൽ പിന്നെ നമുക്കെന്തിനാ? കുമാരനാശാൻ പണ്ട് പറഞ്ഞ കണക്ക് അദ്ദേഹത്തിന് അതുവരെ ആർക്കും അറിയത്തില്ല. എല്ലാവരും പറയണത് എന്താണ്? ഓ, സീതാദേവി നമ്മുടെ അങ്ങേയറ്റം ക്ഷമയുടെ പര്യായ പദമാണ്, ആനയാണ്, ചക്കയാണ്, ജനയാണെന്ന് എല്ലാവരുടെയും കവിതകൾ അങ്ങനെയായിരുന്നു. കുമാരനാശാൻ പറഞ്ഞ ഇടം തെരുപ്പത്തി സീതയാണ് എൻ്റെ സീത.
രാമൻ അഭിമാനമുണ്ടെങ്കിൽ സീതയ്ക്കും അതുണ്ടെന്ന് പറഞ്ഞ് പിടിച്ചങ്ങ് തിരിച്ചങ്ങ് നിർത്തി. എങ്ങനെയുണ്ട്? ആ രാമന് അഭിമാനം ഉണ്ടെങ്കിൽ പെണ്ണിനും ഉണ്ട് അഭിമാനം. വയറ്റിലായ കൊച്ചിനെ കൊണ്ട് കാട്ടിക്കളയാൻ കൊണ്ടുപോയാൽ അത് വിട്ടുകൊടുക്കേണ്ട കാര്യമുണ്ടോ? അവർ ഭൂമി വളർന്നങ്ങ് താഴോട്ട് പോയി. അത് അവരുടെ അഭിമാനബോധമാണ്. നിങ്ങൾക്ക് മാത്രമല്ല അഭിമാനം, ഞങ്ങൾക്കുമുണ്ട് അഭിമാനം. ഇങ്ങനെ തിരിഞ്ഞു നിന്ന് സംസാരിക്കാൻ കഴിയുന്നവർക്ക് മാത്രമാണ് ഇവിടെ സത്യം പറഞ്ഞാൽ നിലനിൽക്കാനുള്ള ഒരു വഴിയുള്ളൂ. തിരിച്ചു പറയാൻ സാധിക്കണമെന്നുള്ളതാണ്. അതേപോലെ ഒരുപാട് സതീ സാവിത്രിയുടെ കഥകളും ഉണ്ട്. ഭർത്താവിന് വേണ്ടി ജീവത്യാഗം ചെയ്ത മനുഷ്യരും ഉണ്ട് നമുക്കിടയിൽ. അതൊന്നും തർക്കമൊന്നുമില്ല. ഇനി ഇവരുടെ കുറേയധികം ചരിത്രങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്നിച്ച് നിന്ന ഇവർ 28 വർഷത്തോളം ഒന്നിച്ച് ജീവിച്ച കഥകളുമുണ്ട്. അത് അഡ്ജസ്റ്റ്മെൻ്റ് അല്ല, അണ്ടർസ്റ്റാൻഡിങ് ആണ് ഒരു ഫാമിലി ലൈഫിൽ ഏറ്റവും വേണ്ടത്. അത് നഷ്ടപ്പെടുന്ന സമയത്ത് തന്നെ സ്റ്റെപ്പ് ഔട്ട് ആവുക, ഇറങ്ങി അങ്ങ് മാറിക്കൊടുത്തേക്കുക എന്നുള്ളതാണ്. ബിക്കോസ് അവർക്കും ജീവിക്കണം, നമുക്കും ജീവിക്കണം. ഒരാൾ നമ്മളെ വിട്ടുപോയാൽ, ഒരാൾ നമ്മളെ പരീക്ഷിച്ചാൽ, ഒരാൾ നമ്മളെ ഉപദ്രവിച്ചാൽ അവർക്ക് പിന്നെ മനസ്സിലാകണം നമ്മൾ എന്തായിരുന്നു എന്ന്. നമ്മളുടെ വാല്യൂ എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. തിരിച്ച് റിഗ്രറ്റ് ചെയ്ത് തിരിച്ചു വരുമ്പോൾ ആ സ്പേസ് അവിടെ ഉണ്ടാകരുത്. അതാണ് അയാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പണിഷ്മെൻറ്റ്. ഇത്രയും നല്ലൊരു പെണ്ണിനെ ഞാൻ വിട്ടുകളഞ്ഞല്ലോ എന്നായിരിക്കണം മറുപടി. കെഞ്ചരുത്, കൂത്താടരുത്, കരയരുത്. തലയിൽ കിണറുള്ള പെണ്ണുങ്ങളെ, ഈ ഒരു വിഷയത്തിൽ ഞാൻ നിങ്ങളുമായി ഓപ്പോസിറ്റ് സൈഡിലാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇറ്റ്സ് എ സെൻസിറ്റീവ് കണ്ടൻറ്റ്. നിങ്ങൾക്കത് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. ബട്ട് ദാറ്റ് ഈസ് ട്രൂ. മൈസെൽഫ് ഞാൻ ഫസഹ് ചെയ്ത ഒരാളാണ്. എന്നെ ഇതുപോലെ വിടില്ല എന്നൊരു വാശിയിലായിരുന്നു. ഇല്ല, എനിക്ക് താല്പര്യമില്ല. ചേർന്ന് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ടെങ്കിൽ ഫസഹാണ് ബെസ്റ്റ് എന്ന് പറഞ്ഞ് ഫസഹ് ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. സോ കീപ് ഗോയിങ്. എല്ലാവരും ഡിവോഴ്സ് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അടിമത്തം പറ്റില്ല എന്ന് തുറന്നു പറയാനുള്ള ധൈര്യം പെണ്ണുങ്ങൾ കാണിക്കണം. ഒരു കാര്യം കൂടെ, ഒരു നിയമം കൂടെ പറഞ്ഞുതരാം. നിങ്ങൾ ഒൺസ് വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാം മത നിയമപ്രകാരം രണ്ടാമതൊരുത്തൻ കല്യാണം കഴിച്ച് അയാൾ നിങ്ങളുടെ മധു നുകർന്ന ശേഷമേ പിന്നെ വീണ്ടും മാപ്പിളയ്ക്ക് തിരിച്ച് കെട്ടാൻ പറ്റുള്ളൂന്നും കൂടെ ഓർത്തോണം. അപ്പോൾ അത്തരത്തിലൊരു വൃത്തികെട്ട നിയമം അതിനകത്തുണ്ട്. അപ്പോൾ എടുത്തോ പിടിച്ചോ ചാടിയോ അങ്ങനെ ചെയ്തും കളയരുത്, ആലോചിച്ച് ചെയ്യുക എന്നുള്ളതാണ്. നല്ലൊരു റോൾ മോഡൽ തന്നെയാണ് അവർ ചെയ്ത്. പെർഫെക്റ്റ് ആണ്, സമ്മതിച്ചു. പക്ഷേ അത് നമ്മുടെ നിയമത്തിൽ ഉള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുകയാണെങ്കിൽ നല്ല കാര്യം. ഇനി അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നൊരു മെസ്സേജ് ഉണ്ട്. അത് ഭയങ്കര വേടാ. പെണ്ണായാൽ ഇങ്ങനെ ആയിരിക്കണം, അടങ്ങി ഒതുങ്ങി മറുപടി കേൾക്കാതെ പറയാതെ ഒരഭിപ്രായവുമില്ലാതെ അച്ഛൻ പറയുന്നത് കേട്ട് തല കുമ്പിട്ട് നിൽക്കുന്ന വ്യക്തിയായിരിക്കണം എന്നൊരു ഒരു സാധനം കുട്ടികൾക്കിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്ത് കൊടുക്കപ്പെടുന്നുണ്ട്. അങ്ങനെ അടുത്ത തലമുറയും കൂടെ നിങ്ങൾ ഇതേ നിലവാരത്തിൽ വളർത്തിയെടുക്കണ്ട എന്നുണ്ടെങ്കിൽ റിയാക്ട്. പറയേണ്ടടുത്ത് പറയണം. നോ പറയേണ്ടടുത്ത് നോയും, എസ് പറയേണ്ടടുത്ത് എസ്സും പറയുന്നിടത്താണ് നമുക്ക് വ്യക്തിത്വം ഉണ്ടാകുന്നത്. നിലപാടുകൾ ശക്തമായിരിക്കണം, ഉറച്ചതായിരിക്കണം. വ്യത്യസ്തത, വ്യതിചലനം ഇതൊന്നും പാടില്ല എന്ന് ചുരുക്കം. എല്ലാവരെ കൊണ്ട് സാധിക്കുമെന്ന് എനിക്കറിയത്തില്ല. സാധിക്കുന്നവർക്ക് ഗ്രേറ്റ്. താങ്ക് യു.